ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ച് വാശിയേറിയ ശക്തമായിട്ടുള്ള മത്സരം തന്നെ ഈ ആഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ എന്ന പോലെ തന്നെ 9 മത്സരാർത്ഥികൾ ഇത്തവണ നോമിനേഷൻ വന്നപ്പോൾ ആരൊക്കെ പുറത്താകും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും അതിലൊരു അട്ടിമറികൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പല പ്രമുഖ കണ്ടസ്റ്റന്റും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു വന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് അവസാനിക്കുമ്പോഴത്തെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 9 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ആരൊക്കെ പുറത്താവുന്നുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് ഫൈനൽ വോട്ടിംഗ് റിസൾട്ടുകൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് വോട്ടുമായിട്ട് ഷാനവാസിനെ തന്നെയാണ്. ഷാനവാസിന്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ആദ്യ മണിക്കൂർ മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബിഗ് ബോസ് ഗസ്റ്റുകൾ വന്നതിന് ശേഷം ഷാനവാസിന്റെ വോട്ടിംഗ് വീണ്ടും ഡബിൾ ഇരട്ടിയായിട്ട് കുതിച്ചു വരുന്ന കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ വോട്ടിംഗാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മി ആദ്യ ദിവസങ്ങളിലൊക്കെ വോട്ടിംഗ് ഡൗൺ ആയിട്ട് നിന്നെങ്കിൽ റിയാസിന്റെ എൻട്രിയോടുകൂടി തന്നെ വോട്ടിങ്ങിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാഴ്ച നമ്മൾ കാണാണ്. എന്നാൽ ഇന്നലെ വരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ന് രാവിലെ വരെ അല്ലെങ്കിൽ ഉച്ചവരെ മാത്രം കാണാൻ സാധിച്ചുള്ളൂ. രാത്രി എടുത്തപ്പോൾ ലക്ഷ്മിയുടെ വോട്ടിംഗും തകരുന്നുണ്ടെങ്കിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നൂറേനെ തന്നെയാണ്. ഈ ആഴ്ച സേഫായിട്ട് മാറാൻ നൂറയ്ക്ക് സാധിച്ചു. വലിയ കണ്ടന്റുകളൊന്നും പ്രേക്ഷകർക്ക് കൊടുത്തില്ലെങ്കിലും പ്രേക്ഷകരെ വെറുപ്പിക്കാതെ നൂറ ഈ ആഴ്ച കടന്നു പോയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് 4ാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കണ്ടസ്റ്റന്റിന് ഞെട്ടിച്ചിരിക്കുകയാണ്. സാബു മോനാണ് അവസാന നിമിഷം പൊരുതി നേടി മുന്നിലോട്ടെത്തിയ ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറിയിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ സാബുമാനെ റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കി 4ാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചപ്പോൾ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ 6ാം സ്ഥാനം വരെ ആതിരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭിന്നിയായിട്ടുള്ള നേരിങ് ഡിഫറൻസിലാണ് ആതിര 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. റിയാസിന്റെ വരവിന് ശേഷം അതോടെ ശേഷമൊക്കെ യഥാർത്ഥത്തിലെ ബിഗ് ബോസിലെ കുത്തിത്തിരിപ്പായിട്ട് ആതിര മാറുകയും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്തു തന്നെയാണ് ആതിരയ്ക്ക് വോട്ടിംഗ് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ 6ാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ച കൂടി ബിഗ് ബോസിൽ തുടരാൻ ബിന്നിക്ക് സാധിക്കുമെന്ന് തോന്നുന്ന രീതിയിലാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7ാം സ്ഥാനത്ത് ആര്യനായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നിൽക്കുന്നത്. ആര്യന് നേരിട്ടുള്ള വോട്ടിംഗ് തകർച്ചയൊക്കെ ചില സമയങ്ങളിൽ നേരിട്ടെങ്കിലും അവസാനം വരെ പൊരുതുന്നുണ്ടായിരുന്നു. അവസാന വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 7ാം പൊസിഷനിൽ ആര്യൻ എത്തിയപ്പോൾ 8ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് നെവിൻ മാറിയിട്ടുണ്ടായിരുന്നു. നെവിൻ ആദ്യ ദിനങ്ങളിലൊന്നും വോട്ടിംഗ് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു. സേഫ് സോണിലോട്ട് മാറാൻ ആദ്യ മണിക്കൂറിൽ നമ്മൾ കണ്ടാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഡൗണായി ഷാനവാസ് നെവിൻ ഇഷ്യൂ ഒക്കെ തന്നെയായിരിക്കും നെവിന് വോട്ട് കുറഞ്ഞത്. 8ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുമ്പോൾ 9ാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റായിട്ട് റന ഫാത്തിമ മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് റനയുടെ വോട്ടാണ് ഏറ്റവും കുറവായിട്ട് ഇപ്പോൾ കാണുന്നത്. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആണെങ്കിൽ റെന, നെവിന്, ആര്യൻ തുടങ്ങിയവരാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകാൻ സാധ്യത. എന്തൊക്കെയാണ് അട്ടിമറികൾ സംഭവിക്കുന്നത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടി വരും ആരൊക്കെ ബിഗ് ബോസിൽ തുടരുന്നു, ആരൊക്കെ പുറത്താകുന്നൊക്കെ. അപ്പോൾ ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.